ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു തനിനാടൻ വിഭവമായാലോ. തനിനാടനെന്ന് പറയുമ്പോൾ നമ്മുടെ ചക്കക്കുരും പച്ചച്ചിരിയും കൂടി തോരൻ വെച്ചതാട്ടോ. അപ്പോൾ ഉണ്ടാക്കിയല്ലോ അതിന് ദേ വലിയമ്മ ചക്കക്കുരുവിൻ്റെ തോല് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇതെന്താ ബ്രൗൺ കളറിലെ തോലോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം നമ്മൾ ചക്കയുടെ സീസൺ ആകുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്തുള്ള തോല് കളഞ്ഞിട്ട് ഈ ബ്രൗൺ കളർ വെച്ചിട്ട് നമ്മൾ കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് നമ്മളത് ഈ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വറ്റൽമുളക് മാത്രമേ ഇടണുള്ളൂ, കരിവേപ്പില ഇടുന്നില്ല. എന്താ വെച്ചാൽ ചീരയല്ലേ, ഇനി കരിവേപ്പിലേൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ദേ സവാള കുനുകുനാന്ന് അരിഞ്ഞതും ദേ നമ്മുടെ ചക്കക്കുരു ഇല്ല അത് ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞതും കൂടി അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പാട്ടോ, കല്ലുപ്പ് ഇടണമായിരുന്നു, ഞാൻ പേടിച്ചാണ് ഇടണം, ഇനി കൂടിപ്പോയാലോ എന്ന് ഓർത്തിട്ടുണ്ട്. ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട്. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിന് ചേർക്കാനുള്ള അരപ്പരച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ നമ്മുടെ വെളുത്തുള്ളില്ല അതും ഒരു പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ, എരിവ് കൂടിപ്പോയാലോ. എന്നിട്ട് ഇതായ നമ്മുടെ ജീരകം വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതേ നമ്മുടെ ചക്കക്കുരു വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അതൊന്നും എടുത്ത് കയ്യിലിങ്ങനെ പിതുക്കി നോക്കുമ്പോൾ അറിയാം വെന്തിട്ടുണ്ടോയെന്ന്. പിന്നെ അതിലേക്ക് നമ്മൾ ആ കുനുകുനാന്നരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ ചീരയില്ലേ, ചീരാശാനയും കൂടെ അതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. നമ്മുടെ ചക്കക്കുരുവും പിന്നെ എന്തിട്ടാണ് സവാള കടുകെല്ലാം ഈ ചീരയിൽ പറ്റിച്ചാലാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അതൊക്കെ മൂടി വെക്കുക. ഇത് നിറയെ ഇരുന്നില്ല, ഇനി മൂടി തുറക്കുമ്പോൾ ഇടണില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ അതേ ചട്ടിയുടെ തൂരിൽ ചെന്ന് കിടപ്പുണ്ട് നമ്മുടെ ചീരാശാന കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെയും മൂടി വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചീരേൻ്റെ അല്ല നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. കറി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കട്ടെ, ആ ആവിയിൽ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് മൂടി തുറന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചോറിൽ കുറച്ച് ചീര എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചക്കക്കുരു വേവാൻ ഇത്രയും സമയമൊക്കെ മതിയെന്നേ, പെട്ടെന്ന് വെന്തോളും. കാരണം ചെറുതായിട്ടല്ലേ നമ്മൾ അരിഞ്ഞേക്കണേ. എന്നിട്ട് ഇതാ ചീരയും അത് വന്നിട്ട് കുമ്പിള് കറി കേട്ടോ, അതും കൂടി നന്നായിട്ട് കുഴച്ച് മറിച്ചെടുക്കണുണ്ട്. ഇപ്പം തന്നെ വായിൽ വെള്ളം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് പനിയായ കാരണം തൊണ്ടിലോട്ടൊന്നും ഇറങ്ങണില്ല. അത് കാരണം കുട്ടാപ്പി കേട്ടോ കഴിക്കണം. അത് ഈ ഫുട്ബോളിന് സെലക്ഷനൊക്കെ കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ വന്ന ആളിരിക്കുകയാണ് കേട്ടോ. വന്ന പാടേനെ എനിക്ക് ചോറ് തായോ എന്ന് പറഞ്ഞിട്ടിട്ടോ ഡ്രസ്സ് പോലും മാറ്റാണ്ട് പാവരുന്ന് കഴിക്കണം, വിശന്ന് തളർന്ന് വന്നതാട്ടോ. അപ്പോൾ ഓന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.